ഹായ്, എല്ലാവർക്കും മനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നോയമ്പ് സമയമാണ്, അതുപോലെ നല്ല ചൂടുമാണല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് ബേക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്ന ബദാം മിൽക്ക് അല്ലേ, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് വേണം. ഞാൻ ഒരു വലിയ സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിക്കണം. ചെറിയ ക്യാരറ്റ് അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. പിന്നെ വേണ്ടത് പാലാണ്. 2.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് രണ്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കപ്പും 1/2 കപ്പും 2 ബൗളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ 1/2 കപ്പ് പാലിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവ് കൂടണ്ട, നമ്മളിത് കുറുക്കിയല്ല എടുക്കുന്നത്. പൗഡർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പാലിലൊഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് വല്ലാതെ കുറുകി പോകും. ഇത് നമുക്കിങ്ങനെ ഒരു ജ്യൂസ് പോലെ കുടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് വേണ്ടത്, ലൂസായിട്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിനെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചൂട് പാലല്ല കേട്ടോ, സാധാ ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ബാക്കിയിരിക്കുന്ന 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് അങ്ങനെ കൃത്യ അളവൊന്നുമില്ല, മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണായിട്ട്, അത്രയും ഇടുമ്പം ഒത്തിരി മധുരം ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ മധുരം കുറച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ തേൻ ചേർത്തും ഇതുണ്ടാക്കാം കേട്ടോ. തേനാണെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്താൽ മതി. ഓക്കെ, ഇനി ഇതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഒഴിവാക്കരുത്. ഈ ഏലക്ക പൊടി ചേർക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബദാം മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ഈ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കരുത്. അപ്പോൾ ഈ പാലിനി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഒന്ന് ചൂടായി വരണം. അപ്പോൾ പാലിത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ജസ്റ്റ് തിളയ്ക്കുന്നതിന് മുന്നേ ഉള്ളൊരു സ്റ്റേജാണ്. ആ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇളക്കാതിരിക്കരുത് കേട്ടോ, ഒട്ടും കട്ട പിടിക്കരുത്. ഇതുപോലെ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം, കുറുകാൻ പാടില്ല. ജസ്റ്റ് ആ കസ്റ്റാർഡ് ഒന്ന് കുക്കാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതിൻ്റെ ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. കസ്റ്റാർഡിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റ്, വേവിച്ച ക്യാരറ്റ് ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് എടുത്തിരിക്കുന്നത് കുറച്ച് പിസ്തയാണ്. ഇപ്പോൾ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തതാണ് കേട്ടോ. ഇതിന് പകരം കാഷ്യൂനട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബദാം ഉപയോഗിക്കാം. ഏതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വേണേലും യൂസ് ചെയ്യാം. കാഷ്യൂനട്ടും ബദാമും ആണെങ്കിലും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണം എടുക്കാനായിട്ട്. നട്ട്സ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാരറ്റ് മാത്രം ചേർത്തിട്ടും ഇത് ഉണ്ടാക്കാം. അതൊക്കെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത് ചേർക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ആ ചെറിയ പീസ് പിസ്തയോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ കഴിക്കാൻ കിട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു വലിയ ടേബിൾ സ്പൂൺ പിസ്ത ഉണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് തേന് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കാനായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. അരച്ചു കഴിഞ്ഞാലും ആ പിസ്തയുടെ ചെറിയ പീസുകളൊക്കെ അതുപോലെ കിടക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കുന്ന കസ്റ്റാർഡും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. പിന്നെ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ക്യാരറ്റ് കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. എന്നാലേ അത് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. നല്ല തണുപ്പിച്ച് തന്നെ കഴിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട് ഒഴിച്ച് കാണിക്കുന്നത്. അപ്പോൾ റംദാൻ സമയത്തൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കാം.
വൈകിട്ട് അതിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കഴിക്കേണ്ട സമയമാകുമ്പോൾ എടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഡ്രിങ്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. ഇതുപോലെ 2 വലിയ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ നമ്മൾ എടുത്ത അളവിന്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ക്യാരറ്റിൻ്റെ ഒന്നും ഒരു ചുവ ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.